إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാനും ഖുത്ബകളിലായി ദുആയുടെ മര്യാദകളെ സംബന്ധിച്ചാണ്, ആദാബുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പണ്ഡിതന്മാർ 12 ആദാബുകളാണ് ദുആയുടെ ആദാബുകളായി പഠിപ്പിച്ചത്. അതിൽ 11 കാര്യങ്ങൾ കഴിഞ്ഞ ഏതാനും ഖുത്ബകളിലായി നമ്മൾ പറഞ്ഞു. 12ാമത്തേത് ദുആയുടെ ആദാബിൽപ്പെട്ട 12ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. അത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ഹത്താ യുസല്ല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രാർത്ഥനയും തടയപ്പെടും ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ. ആ പ്രാർത്ഥന കബൂൽ ചെയ്യപ്പെടാൻ, സ്വീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ആ പ്രാർത്ഥനയ്ക്ക് അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാത്ത എല്ലാ ദുആയും തടയപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് ഒരു വലിയ ഇബാദത്താണ്. ആ ഇബാദത്ത് അനുഷ്ഠിക്കുക വഴി നമുക്ക് കിട്ടാനുള്ളത് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സ്വർഗവുമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി രക്ഷ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഒരിക്കൽ നബി മിമ്പറയിൽ കയറിയ സംഭവം നമുക്കറിയാം. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, എന്താണത്? നബി പറഞ്ഞത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ഞാൻ ആമീൻ പറഞ്ഞു. അതിൽ 3ാമത്തെ കാര്യം വമൻ ദുക്കിർതു ഇൻദഹു, എന്നെപ്പറ്റി ആരുടെയെങ്കിലും അടുക്കൽ പറയപ്പെട്ടിട്ട് ഫലം യുസല്ലി അലൈക, അവന് എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലിയില്ല, ഫമാത്ത, അങ്ങനെ അവൻ മരിച്ചു പോയാൽ ഫദഖലൻ നാറ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. ഫഅബദഹുല്ലാഹു, അള്ളാഹു അവനെ സ്വർഗത്തിൽ അത് വിദൂരമാക്കട്ടെ. കുൽ അമീൻ,
ആമീൻ എന്ന് പറയണം. ഫക്കുൽത്തു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞിട്ട് ആമീൻ പറയാനുണ്ട് കൽപ്പിച്ചെന്ന പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്, ആമീൻ പറഞ്ഞത് അള്ളാഹിൻ്റെ റസൂലാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് അള്ളാഹിൻ്റെ കൽപ്പന? ഇന്നല്ലാഹ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ്, തീർച്ചയായും അള്ളാഹും അവൻ്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സത്യവിശ്വാസികളെ നിങ്ങൾ ആ റസൂലിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇന്നല്ലാഹു വ മലായികത്തു യുസല്ലൂന, അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് രക്ഷ നൽകി എന്നാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. സത്യവിശ്വാസികൾ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അതിൻ്റെ രൂപം പഠിപ്പിച്ച് തന്നു. കാരണം ഇന്ന് നമുക്കറിയാം സ്വലാത്തിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും ഒരു മുസ്ലിം അത് ഇബാദത്തായി എങ്ങനെ അനുഷ്ഠിക്കണമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പഠിപ്പിച്ച് തന്നത്. നബിക്ക് അത് പഠിപ്പിച്ചു തരാം. കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയിലൂടെ പഠിപ്പിച്ച് തന്നതാണ്. എന്നാൽ ഈ സ്വലാത്തിനെ എല്ലാറ്റിനെയും ബിസിനസ്സാക്കിയ കൂട്ടത്തിൽ, കച്ചവടമാക്കിയ കൂട്ടത്തിൽ സ്വലാത്തിനെയും മുസ്ലിമീങ്ങൾ കച്ചവടമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്തിൻ്റെ നെല്ലും പതിരും എന്താണ് എന്ന് തിരിച്ചറിയൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് പഠിപ്പിച്ചു തന്നു, വ്യത്യസ്ത രൂപത്തിൽ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹിം. ഇതൊരു രൂപമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുരിയതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുരിയതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം. ഇത് മറ്റൊരു രൂപമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് മറ്റൊരു രൂപമാണ്. ഇതാണ് സ്വലാത്തിനെ സംബന്ധിച്ച്. സ്വലാത്ത് നമ്മൾ എങ്ങനെ ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സ്വലാത്തിൻ്റെ രൂപം ഇതാണ്. എന്നാൽ ഈ രൂപങ്ങൾ മാത്രമല്ല ഇന്ന് സ്വലാത്തിൻ്റെ പേരിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എപ്പോഴൊക്കെയാണ് നബിൻ്റെ പേരിൽ നബിൻ്റെ പേര് സ്വലാത്ത് ചെല്ലേണ്ട രൂപങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം നബിൻ്റെ പേര് കേൾക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അതും അതിൻ്റെ സ്വലാത്തിൻ്റെ രൂപമാണ്. സുന്നത്തായ സന്ദർഭങ്ങളൊക്കെ എപ്പോഴൊക്കെയാണ് നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത്? എപ്പോഴൊക്കെയാണ്? ഒന്നാമത്തെ സമയം നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദിൻ റബ്ബിഗ്ഫിർ ലി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക് ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഇത് പള്ളിയിലേക്ക് കയറുമ്പോൾ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ട രൂപമാണ്. ഇനി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. ഇത് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഇറങ്ങേണ്ടത്. നാലാമത്തെ സന്ദർഭം തശഹുദിലാണ്. നിസ്കാരത്തിൽ ഒന്നാമത്തെ തശഹുദിലും രണ്ടാമത്തെ തശഹുദിലും നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അഞ്ചാമത്തെ സന്ദർഭം മയ്യത്ത് നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലാണ്. അസ്സുന്നത്തു അലൽ ജനാസ അൻ യഖ്ബറൽ ഇമാമു സുമ്മ യഖ്റഉ ബി ഉമ്മിൽ ഖുർആൻ ബഅദ തക്ബീറത്തിൽ ഊലാ മഖാഫതൻ ഹത്താ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹിയുടെ പേരിൽ ജനാസ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. ഇനി എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം മൻ സ്വല്ല അലയ്യ ഹീന യുസ്ബി അശ്റ വഹീന യുംസി അശ്റ, എല്ലാ ദിവസവും രാവിലെ 10 വട്ടം, വൈകുന്നേരം 10 തവണ. അത് സ്വലാത്ത് ചൊല്ലേണ്ട സമയമാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം അക്സിറു സ്വലാത്ത് അലയ്യ യൗമൽ ജുമുഅ വ ലൈലത്തുൽ ജുമുഅ. ജുമുഅ ദിവസത്തിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ പ്രാർത്ഥന തുടങ്ങുമ്പോഴും ഇദാ സല്ല അഹദുക്കും ഫല്യബ്ദ ബി തഹ്മീദില്ലാഹി തആല വസ്സനാ അലൈഹി സുമ്മ ലിയുസല്ലി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലിയദ്ഉ ബഅദ ബിമാ ഷാ. പ്രാർത്ഥിക്കുമ്പം ഹംദ് സ്വലാത്തൊക്കെ പറയണം. ആ സ്വലാത്ത് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്താണ്. അത് പറഞ്ഞുകൊണ്ടായിരിക്കണം പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. സ്വലാത്ത് ചെല്ലേണ്ട മറ്റൊരു സന്ദർഭം ബാങ്കിന് ശേഷമാണ്. ബാങ്ക് കേട്ടാൽ ആദ്യം നമ്മൾ ബാങ്ക്
വിളിക്കുന്ന ആൾ പറയുന്ന പോലെ പറയണമെന്ന് പറഞ്ഞു. അന്ന ഉസമിയൻ നബിയു ഇതാ സമയത്തുമൽ അൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. ബാങ്ക് കേട്ടാൽ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്ന പോലെ പറയാം. പിന്നെ ഹയ്യാല സ്വല ഹയ്യാൽ ഫല എന്ന് പറയുമ്പം ലാ ഹൗല വലാ ഖുവത അത് പറയാം. അത് ബാങ്ക് കഴിഞ്ഞതിന് ശേഷം സുമ്മ സല്ലു അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ഇടണമെന്നാണ്. അപ്പോൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആദ്യം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് ഇബ്രാഹിം സ്വലാത്ത് ചൊല്ലണം. എന്നിട്ടാണ് അല്ലാഹുമ്മ റബ്ബ ആദിയ ദഅവത്തി തമ എന്ന് പറയേണ്ടത്. അപ്പോൾ ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭവുമാണ്. ജനങ്ങൾ ഒരുമിച്ചിരിക്കുന്നൊരു സദസ്സ്, ആ ഒരു സദസ്സ് ഒരു ഖുത്ബ പറയണം. ആ ഖുത്ബയിൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം ഖുത്ബ പറയേണ്ടത്. ഒരു പ്രസംഗത്തിൽ സ്വലാത്ത് ചൊല്ലണം. ഒരു സദസ്സിൽ സ്വലാത്ത് ഉണ്ടായിരിക്കണം. മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു. ഒരു സദസ്സിൽ അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞു, എന്നിട്ട് ഇല്ലാ കാന അലൈഹി തിറ, അവരാരും സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവർക്കിടയിൽ അതൊരു വിടവായിട്ട് നിൽക്കും. ഫൈൻഷാ അദബഹും വൈൻഷാ ഗഫറ ലഹും. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരെ ശിക്ഷിച്ചെന്ന് വരാം, അല്ലെങ്കിൽ പുറത്തു കൊടുത്തു എന്നും വരാം. അപ്പോൾ സ്വലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങൾ ഓരോന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി സ്വലാത്തിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇതെന്തിനാണെന്ന് പറയുക? ഇത് ഒറിജിനൽ പഠിച്ച് വെച്ചാലാണ് നമുക്ക് ഇതിലെ പതിരേതാന്ന് മനസ്സിലാവുള്ളൂ. സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ല അലയ്യ വാഹിദ സല്ലല്ലാഹു അലൈഹി വസല്ലം 10. നമ്മൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് 10 രക്ഷ നൽകും. രണ്ടാമത്തെ കാര്യം, മൻ സ്വല്ല അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ ഫീ ഖൽബിഹി, ഹൃദയത്തിൽ നിഷ്കളങ്കമായി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10 സ്വലവാത്തിൻ 10 രക്ഷ നൽകും. വറഫഅഹു ബിമാ 10 ദറജാത്തിൻ 10 പദവി ഉയർത്തും. വകതബ ലഹു 10 ഹസനാത്തിൻ 10 നന്മ രേഖപ്പെടുത്തും. വമഹാ അൻഹു 10 സയ്യിആത്തിൻ 10 തിന്മ മായ്ച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് സ്വലാത്ത് കൊണ്ടുള്ള നേട്ടമാണ്. മൂന്നാമത്തത്, അന്ത്യനാളിൽ റസൂലുള്ളാഹിൻ്റെ അടുപ്പം കിട്ടും. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്തൻ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഏറ്റവും എൻ്റെ അടുത്തുണ്ടാവുക എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ലെവലായിരിക്കും. ഫമൻ കാന അക്സറുഹും അലയ്യ സ്വലാത്തൻ കാന അഖ്റബുഹും മിന്നി മൻസില, എൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം എനിക്ക് വേണ്ടി സ്വലാത്ത് ലെവനായിരിക്കും. അത് നേട്ടമാണ്. അടുത്തത്, നബിയുടെ ഷഫാഅത്ത് കിട്ടും. രാവിലെ 10 തവണ ഒരാൾ സ്വലാത്ത് ചൊല്ലി വൈകുന്നേരം 10 തവണ സ്വലാത്ത് ചൊല്ലിയാൽ അത് റക്തു ഷഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് അവന് കിട്ടും. ഇനി ഒരാൾ സ്വലാത്ത് ചെല്ലാതിരുന്നാൽ, പിശുക്ക് കാണിച്ചാൽ എന്താ ഉണ്ടാവുക? അൽ ബഖീൽ, അവനാണ് ഏറ്റവും പിശുക്കൻ. മൻ ദുക്കിറതു ഇൻദഹു സുമ്മ ലം യുസല്ലി അലൈഹി, എൻ്റെ പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവനാണ് ഏറ്റവും വലിയ ബഖീൽ എന്നാണ്, പിശുക്കൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് ഒരു മുഅ്മിൻ സഞ്ചരിക്കേണ്ടത്. എന്നാൽ സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് തെറ്റിക്കപ്പെട്ടു എന്നാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ നസിയ സ്വലാത്ത അലയ്യ ഖതീഅ ത്വരീഖൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് അവൻ തെറ്റിക്കപ്പെട്ടു എന്നാണ്. ഇനി റസൂലുള്ളാഹി പറയുകയാണ്, നാശമാണ് സ്വലാത്ത് ചെല്ലാത്തവന് റഗിമ അൻഫ്, നാശമാണ്. റജുലിൻ, ഒരാൾക്ക് ദുകിർതു ഇൻദഹു, അവൻ്റെ അടുക്കൽ എൻ്റെ പേര് പറഞ്ഞു, ഫലം യുസല്ലി അലൈഹി, എന്നിട്ടും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ല, അവന് നാശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അടുത്തത്, നേരത്തെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി മിമ്പറിൽ കയറിയപ്പോൾ ജിബ്രീൽ വന്നിട്ട് പ്രാർത്ഥിച്ച് റസൂലുള്ളാഹി ആമീൻ പറയാൻ പറഞ്ഞ വിഷയം എന്താണ്? റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് അവൻ നരകത്തിൽ, അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, സ്വർഗത്തിൽ നിന്ന് വിദൂരമാകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഭാഗ്യം കെട്ടവൻ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ ആരാണ്? ഭാഗ്യം കെട്ടവൻ ആരാന്ന് നമുക്കൊക്കെ നമ്മളെ കുറേ കാഴ്ചപ്പാടുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, ശഖിയ അബ്ദുൻ ദുകിറത് ഇൻദഹു ഫലം യുസല്ലി അലയ്യ, ഭാഗ്യമില്ലാത്തവനാണ് അവൻ, എൻ്റെ പേര് അവൻ്റെ അടുക്കൽ പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ അവൻ ഭാഗ്യം കെട്ടവനായി മാറി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പിന്നെ നമ്മളെ വീടുകളും നമ്മുടെ മനസ്സും നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ലാ തജഅലു ബുയൂതക്കും ഖുബൂറ, നിങ്ങളെ വീട് കബറാകരുത്, ഖബർസ്ഥാനാവരുത്. വലാ തജഅലു ഖബരി ഈദ, എൻ്റെ ഖബർ നിങ്ങൾ ആഘോഷാക്കും ചെയ്യരുത്. വസല്ലു അലയ്യ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗ്നി ഹൈസു കുൻതും, എവിടെയായിരുന്നാലും നിങ്ങൾ സ്വലാത്ത് ചെയ്താൽ അത് എനിക്ക് എത്തിക്കപ്പെടുന്ന. ഇന്ന ലില്ലാഹി മലായിക സയ്യാഖിന ഫിൽ അർള് യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, അള്ളാഹു പ്രത്യേകം മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങൾ എവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് അവർ എനിക്ക് എത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? സ്വലാത്തിൻ്റെ കാര്യത്തിലും പലതും കടന്നു വരും എന്നതുകൊണ്ടാണ്. ഇപ്പോൾ സ്വലാത്ത് ചൊല്ലിയുള്ള നേട്ടങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു, സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ പറഞ്ഞു,
സ്വലാത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു, സ്വലാത്ത് ചെല്ലാത്തവൻ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിനപ്പുറം പറയപ്പെടുന്ന നേട്ടങ്ങൾ, ഇപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ്, എന്നിട്ട് അതിൽ കുറേ സ്വലാത്ത്, അത് പരിയിലൊക്കെ തൂക്കാനുള്ള നല്ല കട്ടിയുള്ള കടലാസിലാണ്. എന്നിട്ട് അതിലൊരു 5-8 സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് ഒന്നും റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത സ്വലാത്താണ്. ഞാൻ നേരത്തെ ഒരു 3-4 സ്വലാത്തിൻ്റെ ഇനങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു. അതിലൊന്നും പെടാത്ത സ്വലാത്ത് ആണ് അതിലുള്ളത്. പിന്നെയോ സ്വലാത്ത് ചൊല്ലിയുള്ള നേട്ടങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അതിലൊന്നും പെടാത്ത നേട്ടങ്ങൾ. ഒന്ന്, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ, എന്ത് നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ 100 തവണ ഈ സ്വലാത്ത് പതിവാക്കാന്ന. ആ സ്വലാത്തിൽ ഒരു സ്വലാത്ത് കൊടുത്തിട്ടുണ്ട്, 100 തവണ പതിവാക്കാന്ന. എന്ത് ഉദ്ദേശം നിറവേറുന്ന ആ സ്വലാത്ത് റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്താണ് അതിലുള്ളത്. എന്ന് മാത്രമല്ല സഹോദരങ്ങൾ, 100 തവണ ചൊല്ലാൻ പറഞ്ഞത് എന്താ? 100 തവണ എണ്ണം കൃത്യമായി വേണമെങ്കിൽ അത് റസൂലുള്ള പറയണം. കാരണം അത് അള്ളാൻ്റെ വഹിയാ. മറ്റേത് ദിക്റുല്ലാഹ ദിക്റൻ കസീറൻ, ധാരാളം ചൊല്ലിക്കോളി, അത് നിങ്ങൾ എണ്ണം പിടിക്കൊന്നും വേണ്ട. എണ്ണം പറഞ്ഞത് കൃത്യമായിട്ട് എണ്ണണം, അല്ലാത്തത് ധാരാളം ചൊല്ലാം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടും. സ്വലാത്തും അങ്ങനെ തന്നെയാണ്. 100 തവണ ചൊല്ലാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം പറയാൻ പറഞ്ഞു. അത് 100 തവണ ചൊല്ലാനുള്ളതാ, അത് ഹദീസിലുള്ളതാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, രാവിലെ 100, വൈകുന്നേരം 100 ചൊല്ലാൻ ഹദീസിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അതും 100 തവണ ചൊല്ലാൻ ഹദീസിലുണ്ട്. റബ്ബി ഗഫിർ വർഹം ഇന്നക അന്ത തവ്വാബുർ റഹീം, ഒറ്റ ഇരിപ്പിൽ റസൂൽ 100 തവണ ചൊല്ലിയെന്ന് ഹദീസിലുണ്ട്. ഇതൊക്കെയാണ് 100 തവണ ചൊല്ലാനുള്ളത്. എന്നാൽ 100 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഉദ്ദേശങ്ങൾ നടക്കും എന്ന് പറഞ്ഞത് അള്ളയും റസൂലും പഠിപ്പിക്കാത്ത സ്വലാത്താണ്. ഈ നേരത്തെ പറഞ്ഞ ഞാൻ കേൾപ്പിച്ച സ്വലാത്ത് അതിലില്ലതാനും. രണ്ടാമത്തത് ഈ സ്വലാത്ത്, വേറൊരു സ്വലാത്ത്, ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റും. അത് എല്ലാ ദിവസവും 7 ചൊല്ലുക, പരീക്ഷൻ്റെ അന്ന് 11 ഇല്ല. അങ്ങനെ റസൂൽ ഒരു സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അതുണ്ടാക്കിയതാ. കടം വീടാൻ ദിവസം 10, വെള്ളിയാഴ്ച രാവിലെ 100, വേറൊരു സ്വലാത്ത്. പ്രസവം എളുപ്പമാക്കാൻ 63 തവണ ഒരു സ്വലാത്ത്. 63, ആ എണ്ണത്തിനൊക്കെ കണക്ക് നോക്കി നിങ്ങൾ. ആരാതൊക്കെ പഠിപ്പിച്ചത്? റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ടോ? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പഠിപ്പിച്ചതാണോ? എവിടെയും കാണാൻ കഴിയില്ല. നമ്മളെ വക ആ 63 ചൊല്ലുന്ന സ്വലാത്ത് ഏതാ? റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത, ഈ പറഞ്ഞ ഹദീസുകളൊന്നും വരാത്ത സ്വലാത്ത്. മരണവേദന ലഘൂകരിക്കാൻ സ്വലാത്ത്, ഐശ്വര്യം ഉണ്ടാകാൻ 3 തവണ സ്വലാത്ത്, ഇങ്ങനെ പലതും. സ്വലാത്ത് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ കൊടുത്ത 5-6 സ്വലാത്തുകൾ ഒറ്റതുപോലും നബി പഠിപ്പിക്കാത്ത സ്വലാത്ത്. സ്വലാത്തിൻ്റെ നേട്ടങ്ങൾ ഞാൻ നേരത്തെ ഹദീസിൽ എണ്ണി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞതാണ്, അതാണ് സ്വലാത്തിൻ്റെ ലക്ഷ്യം. അതല്ലാത്തത് മുഴുവൻ എന്തിനാണെന്നറിയോ? ബിസിനസ്സാക്കാൻ, കച്ചവടമാക്കാനാണ്. ഇപ്പോൾ കണിയാപുരം സ്വലാത്ത് നിങ്ങൾ കേട്ടല്ലോ. ജിന്നുകളുടെ, ഔലിയാക്കളുടെ സഹായികളായി ജിന്നുകൾ വരുന്ന മജ്ലിസിൽ കണിയാപുരം സ്വലാത്ത്. അത് എന്തിനാ? അത് പൈസ ഉണ്ടാക്കാനാണ്, വരുമാനം ഉണ്ടാക്കാനാണ്. അവിടെ പിരിവും പട്ടിയുമാണ്. അതിനു വേണ്ടി നടക്കുന്ന സ്വലാത്ത് എത്രമാത്രം എന്നറിയോ? ഷിർക്കിലേക്ക് എത്തിക്കുന്ന സ്വലാത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു വാട്സപ്പിൽ സോഷ്യൽ മീഡിയകളിൽ പരക്കെ പ്രചരിക്കുന്ന ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് അദ്ദേഹം എനിക്ക് വിട്ടു തന്നിട്ട് പറഞ്ഞു, ഇതിൽ പറയുന്നത് ഈ സ്വലാത്ത് 3 തവണ ചൊല്ലിയാൽ ശരീരത്തിൻ്റെ വേദനകളൊക്കെ ഇല്ലാതെയാകുന്ന, ശരീരത്തിൻ്റെ വേദനകളൊക്കെ ഇല്ലാതാക്കാൻ ഈ 3 സ്വലാത്ത്, ഈ സ്വലാത്ത് 3 വട്ടം ചൊല്ലിയാൽ മതിനാ. എന്നിട്ട് എനിക്കൊരു സ്വലാത്ത് അയച്ചു തന്നു. ആ സ്വലാത്ത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഹബീബിൽ മഹബൂബ് ഷാഫിയൽ ഇലൽ വ മുഫരിജൽ ഖുറൂബ് വഅലാ ആലിഹി വസഹബി വസല്ലം. എന്താ അതിൻ്റെ ഗൗരവം എന്നറിയങ്ങൾ? ഇത് നബി പഠിപ്പിക്കാത്ത സ്വലാത്താന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഷിർക്കിലേക്ക് എത്തുന്ന സ്വലാത്താണ്. എന്തെന്നറിയോ? റസൂലുള്ളാഹിയെ പറ്റി പറയാണ്, ഷാഫിൽ ഇലൽ, രോഗം ഷിഫയാക്കുന്ന റസൂലേ, വ മുഫരിജൽ ഖുറൂബ്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നൽകുന്ന റസൂലേന്ന്. ആരാണ് സഹോദരങ്ങളെ ഷാഫിൽ അമ്രാദ്? ഷാഫിൽ ഇലൽ ആരാ? അല്ലാഹുമ്മ അൻത ഷാഫി, അല്ലെ അള്ളാഹുവെ നീയാണ് ഷിഫ, അള്ളാഹുവാണ് ഷിഫ. അത് വേറെ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ? ഫൈദാ മരിൽതു വഹുവ യശ്ഫീൻ, ഞാൻ രോഗിയാൽ എനിക്ക് ഷിഫ അല്ലാഹ്. ആരാ? മുഫരിജൽ ഖുറൂബ്, പ്രതിസന്ധികളിലുള്ള പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു. അതെന്താ? അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ, അള്ളാഹ് തന്നെയാണ് എൻ്റെ റബ്ബ്, ഞാൻ ശിർക്ക് ചെയ്യില്ല. അതാണ് കെർബിലെ പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പ്രതിസന്ധിയിലെ പ്രാർത്ഥന.
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് കെർബിലെ പ്രാർത്ഥന. എന്നിട്ട് റസൂലയെ വിളിക്കണം. എന്ത്? റസൂലെ, താങ്കൾ പ്രതിസന്ധി നീക്കുന്നവനാണ്, രോഗം ഷിഫിയാക്കുന്നവനാണെന്ന്. ആ സലാത്താണ്, ആ പദങ്ങളുള്ള സലാത്താണ് ശരീരവേദന മാറാൻ വേണ്ടിയിട്ട് എഴുതിയ സലാത്ത്. ഇത് അർത്ഥറിയാത്ത, ആശയമറിയാത്ത സാധാരണക്കാരായ ആളുകൾ ഇത് ചെല്ലുക വഴി സഹോദരങ്ങളെ അവർക്ക് നരകത്തിലേക്ക് അവർ എത്തിപ്പെടുമെന്ന് മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് എത്ര വിദൂരമാക്കപ്പെടും. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ സ്വലാത്തിൻ്റെ മഹിമ മനസ്സിലാക്കുക, പ്രത്യേകത മനസ്സിലാക്കുക, പ്രാധാന്യം മനസ്സിലാക്കുക, ചെല്ലേണ്ട സമയങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കുക. ആ സമയങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കിയിട്ട് മറക്കാതെ അത് ചെല്ലുക. പള്ളിക്ക് കയറുമ്പം, പള്ളി നിറങ്ങുമ്പം, അങ്ങനെ തുടങ്ങി ഒരുപാട് സന്ദർഭം ഞാനിവിടെ പറഞ്ഞു. ആ സന്ദർഭങ്ങളിലൊക്കെ മറക്കാതെ സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് ചെല്ലുന്നവർക്കുള്ള നേട്ടങ്ങൾ എന്താണെന്ന് അള്ളാഹിൻ്റെ റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കാൻ പറ്റും. സ്വലാത്ത് ചെല്ലാതെ മാറി നിന്നാൽ എന്തൊക്കെ ഗൗരവങ്ങളുണ്ട്, എന്തെല്ലാം അപകടങ്ങൾ, ദുരന്തങ്ങൾ ഈ ലോകത്തും നാളെ പരലോകത്തും വരും എന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ച സ്വഹാബത്ത് ചൊല്ലിയ അതേ സ്വലാത്ത് ചൊല്ലുക. റസൂലുള്ള പഠിപ്പിച്ച 3 നൂറ്റാണ്ടിൽ സ്വഹാബികൾ ചൊല്ലിയ സ്വലാത്ത്. പിന്നെ ഏകദേശം ഒരു 3 നൂറ്റാണ്ട് കഴിഞ്ഞ് ഏകദേശം 6 നൂറ്റാണ്ടിനൊക്കെ അടുത്താണ് പിന്നെ പല സ്വലാത്തുകളും ആൾക്കാർ ഉണ്ടാക്കിയത് കടന്നുകൂടിയത്. അതിനു മുമ്പുള്ള സ്വഹാബികൾക്കൊന്നും ഈ സ്വലാത്ത് ഇന്നിപ്പോൾ ചെല്ലുന്ന ഈ സ്വലാത്തുകൾ, അത് നാരിയ സ്വലാത്തായാലും മറ്റേത് സ്വലാത്തായാലും അതൊന്നും പരിചയമില്ല. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കുക, സുന്നത്ത് നമ്മൾ പഠിക്കുക, ദീന് പഠിക്കുക, എന്നിട്ട് യഥാർത്ഥ വഴിയിൽ ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്നുള്ള ആയത്ത് ഇറങ്ങിയത് നബിക്കാണ്. സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തത് റസൂലാ. സലാം എങ്ങനെ ചൊല്ലാന്ന് പഠിപ്പിച്ചു കൊടുത്ത റസൂല. സ്വഹാബത്താണത് ഏറ്റു പറഞ്ഞതും അവർ ചൊല്ലിയതും. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് ആരായിരിക്കും? നബിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾ ആരായിരിക്കും? റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്തുകളായിരിക്കും. അവർ ഇടക്കിടക്ക് ഒരു ബദറിലെ ഉഹദിലെ എവിടെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് പാടത്തും മൈതാനത്തും ഏതെങ്കിലും സ്വലാത്തിൻ്റെ മജ്ലിസുകൾ സംഘടിപ്പിച്ചോ? നമ്മൾ ആലോചിക്കണം. സ്വലാത്ത് നഗറുണ്ടാക്കിയോ? സ്വലാത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഹലക്കകൾ സംഘടിപ്പിച്ചോ? ഒന്നുമില്ല. പക്ഷെ അവർ സ്വലാത്ത് ചൊല്ലി. അതാണ് മാതൃക. നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അത് കച്ചവടം ബിസിനസ്സും ആക്കുന്ന ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യണം. അതിനെതിരെ ദഅവത്ത് നടത്തണം. ആളുകൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കും വേണം. എപ്പോഴും ധാരാളം വർദ്ധിപ്പിക്കുക. ഒരു സംഭവം ഞാൻ പറയാം. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്. ഒരാൾ വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, അജ്അലു സുലുസ സ്വലാത്തി അലൈക. എൻ്റെ ജീവിതത്തിൻ്റെ 2/3 ഭാഗം ഞാൻ റസൂലുള്ളാഹ് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വലാത്ത് ചെല്ലുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറട്ടെ എന്ന് ചോദിച്ചു. കാരണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇൻഷിയത്ത, നീ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സുലുസൈൻ 1/3 3/2 ആക്കട്ടെ. അതിന് ചോദിച്ചാൽ 1/1 ആക്കട്ടെ എന്നാ. 1/1 ഭാഗം, ആദ്യത്തേത് 1/1 ഭാഗം ഞാൻ അങ്ങനെ ആക്കട്ടെ. രണ്ടാമത് റസൂൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ 1/2 ഭാഗം ഞാൻ അങ്ങനെ ആക്കട്ടെ സുലുസൈൻ. കാരണം ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫസലാത്തി കുല്ലുഹ, ഞാൻ ഇനി 1/2 ഫുൾ ടൈം ഞാൻ എപ്പോഴും റസൂലെ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നവനായിക്കോട്ടെ. ഇദൻ യക്ഫീക. അപ്പോൾ റസൂൽ പറയും, എങ്കിൽ നിനക്കത് മതിയാകും. അല്ലാഹുമ അഹമ്മക മിൻ അംരി ദുനിയാക വാഖിറതിക. നിൻ്റെ ആഖിറത്തിലെയും നിൻ്റെ ദുനിയാവിലെയും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരാൻ, നിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ, നിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ നിനക്ക് ആ സ്വലാത്ത് മതിയാകും എന്നാണ്. സഹോദരങ്ങളെ, ആ സ്വലാത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച സ്വലാത്ത. അത് ധാരാളമായി ചൊല്ലുക. നമ്മൾ ഒരു ദിവസത്തെ നിസ്കാരങ്ങൾ എടുത്തു നോക്കൂ, എത്ര വട്ടം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. 5 തവണ ബാങ്കുകൾ കഴിഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. പള്ളിക്ക് എത്ര തവണ വരും, പള്ളിയിൽ നിന്ന് എത്ര തവണ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ 10 വൈകുന്നേരം 10, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വലാത്ത് അത്രയും തവണ ചൊല്ലിയാൽ ജീവിതത്തിൽ മുഴുവനും നമ്മൾ സ്വലാത്ത് ചെല്ലുന്നവരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തൊരു ഉദ്ദേശമാണെന്ന് അത് നമുക്ക് സാധിപ്പിച്ച് തരും.
എന്നാൽ റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്ത്, ആൾക്കാർ കെട്ടിയുണ്ടാക്കിയ സ്വലാത്ത്, നിർമ്മിച്ച സ്വലാത്ത്, കച്ചവടത്തിനും ബിസിനസ്സിനും വേണ്ടി ഉണ്ടാക്കിയ സ്വലാത്ത്, അതിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ ദുനിയാവും പോകും, നാളെ ആഖിറവും പോകും. അതുകൊണ്ട് പ്രധാനമായും നമ്മൾ ദീൻ എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. എൻ്റെ സുഹൃത്ത്, എൻ്റെ നാട്ടുകാരനായ ഖാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ പള്ളിയിൽ ജുമാഅക്കും നമ്മുടെ ഖുർആൻ ക്ലാസ്സിലുമൊക്കെ വളരെ പ്രയാസപ്പെട്ട് വരുന്ന വ്യക്തിയാണ് നമ്മൾ അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിൻ്റെ 2 കാലിൻ്റെയും മുട്ട് മാറ്റിവെക്കൽ സർജറി ഇന്ന് നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സഹോദരൻ്റെ, കളിയാട്ടുമുക്കുള്ള ഒരു സഹോദരൻ്റെ, ഖുർആൻ പഠിതാവായ ഒരു സഹോദരൻ്റെ, നമ്മളെ ഖുത്ബകളൊക്കെ കേൾക്കുന്ന ഒരു സഹോദരൻ്റെ ഉപ്പയുടെ കാൽമുട്ട് സർജറിയും മാറ്റിവെക്കൽ സർജറിയും നടക്കുകയാണ്. പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ 2 പേർക്കും ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ, ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടുകളും പ്രയാസവും വേദനകളും അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കട്ടെ. എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാവർക്കും മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്നത് വരെ ആഫിയത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم اعتق رقابنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.